എല്ലാ കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് വന്നു. പല കുട്ടികൾക്കും നല്ല റാങ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ഒന്നാം റാങ്ക് അതൊരു സ്വപ്നമാണ് എല്ലാ കുട്ടികളുടെയും. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാവർക്കും അതൊരിക്കലും അങ്ങനെ കിട്ടുന്നതല്ല. അപ്പോൾ അതെന്തായാലും അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ഈ വർഷത്തെ 2024 കീം എൻട്രൻസ് എക്സാമിൻ്റെ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജില്ലയിൽ നിന്നുള്ള ഒരാളാണ്. മീൻസ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ദേവാനന്ദ്. അപ്പോൾ ആദ്യമേ ദേവാനന്ദിന് ബിഗ് കൺഗ്രാറ്റ്സ്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. കീമിന് മാത്രമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും അതിന് ഒരു എളുപ്പമുള്ള എക്സാം ആയതുകൊണ്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ മറ്റുള്ള എൻട്രൻസിനേക്കാൾ ഇത്തിരിയൊക്കെ ഈസി ഉള്ളതുകൊണ്ടാണ്. അതല്ല. അപ്പോൾ ദേവാനന്ദ് നേടിയ മറ്റുള്ള റാങ്കുകളോടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി നമുക്ക് വർക്ക് ചെയ്യാനും മുന്നോട്ട് പോകാനും, അല്ലെങ്കിൽ ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത വർഷം എഴുതാനും ഒക്കെയുള്ളൊരു നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം ഉറപ്പായിട്ട്, മീൻസ് ഒരു ആഗ്രഹം എന്തായാലും നമുക്കിതിനുള്ളിൽ നിന്ന് കിട്ടും. നമ്മുടെ ഇവിടുന്ന് ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ, ഈ എഴുതിയേക്കുന്ന എല്ലാം റിയലായിട്ട് നടന്ന സംഭവങ്ങളാണ്. ഇതിന് മുൻപ് നടന്ന എൻട്രൻസ് എക്സാംസിന് കിട്ടിയ റാങ്കുകൾ. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ കാര്യം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്കേ, കീമിന് ഫസ്റ്റ് റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, മാർക്ക് നിങ്ങൾ നോക്കിക്കേ, 600-ൽ 591 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം 583 ആയിരുന്നു. ഇതിപ്പോൾ 591 ആയിട്ടുണ്ട്. അതും മാർക്ക് കൂടിയാണ് കിട്ടിയേക്കുന്നത്. രണ്ടാമത്തെ നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ഏറ്റവും വലിയൊരു എൻട്രൻസ് എന്ന് കരുതുന്ന JEE ജോയിൻറ്റ് എൻട്രൻസ് എക്സാം, അതിൻ്റെ മെയിൻസിന് 682. നിങ്ങൾ നോക്കിക്കേ, അതൊരു ചെറിയ എക്സാമേ അല്ല. ഇവിടുത്തെ പല കുട്ടികളും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു എക്സാമാണ്. കാരണം അത്രയ്ക്ക് ടഫാണ്. അപ്പോൾ ഈ ടഫ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കണ്ടിട്ടുള്ള ആ ചെറിയ ടഫൊന്നും അല്ല. അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ചോദ്യങ്ങളെ കവർ ചെയ്തെങ്കിൽ മാത്രമേ ഈ റാങ്കിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 682 ആണ് അതിൻ്റെ JEE മെയിൻസിൻ്റെ റാങ്ക്. JEE മെയിൻസ് നമുക്ക് വർഷത്തിൽ 2 തവണയുണ്ട്. നെക്സ്റ്റ് JEE അഡ്വാൻസ്. ആ പേര് തന്നെ ഉണ്ട്, എന്താണ് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കടുപ്പമേറിയ കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള, അപ്പം അത്രയും ടഫായിട്ട് പഠിക്കാൻ പറ്റുന്നവരെ, മീൻസ് കവർ ചെയ്യാൻ പറ്റുന്നവരെ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു എൻട്രൻസ് ആണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ പഠിക്കുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഒരു എൻട്രൻസ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ സാധാരണ രീതിക്കുള്ളൊരു പഠിത്തം അത്ര മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് ടാസ്ക് കൊടുത്തെങ്കിലേ മാത്രമേ നമുക്ക് ഇച്ചിരി ഉയരത്തിലെത്തുന്ന രീതിയിൽ കൂടെ ചിന്തിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ചെറിയ ക്വസ്റ്റ്യനും ചെറിയ കാര്യങ്ങളുമായിട്ടെങ്കിൽ ആ രീതിയിൽ കൂടെ എല്ലാവർക്കും അപ്പോഴും ഫസ്റ്റ് റാങ്ക് കാണും, പക്ഷേ ഇത്രയും ക്വാളിറ്റി കാണത്തില്ല. ഓക്കെ, അപ്പോൾ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു മത്സര പരീക്ഷ അത് ഓൾ ഇന്ത്യയിലായത് തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നമുക്കൊന്ന് കവറപ്പ് ചെയ്യാൻ പറ്റും. JEE അഡ്വാൻസിന് 3165. ഇവിടുന്ന് തന്നെ പാസ്സായി പോകുന്നവരുടെ എണ്ണം കുറവാണ്. അത് പാസ്സായി വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിന് ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞാലും അടിപൊളിയായിട്ടുള്ളതാണ്. ഓൾറെഡി ദേവാനന്ദ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിന് ഖരഗ്പൂർ IIT ജോയിൻ ചെയ്തതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും അടിപൊളിയായിട്ട് അങ്ങോട്ട് പാസ്സാവട്ടെ, ഏറ്റവും ടോപ്പായിട്ട് തന്നെ പാസ്സാവട്ടെ. നെക്സ്റ്റ് ഓൾ ഇന്ത്യ അമൃതയിലുള്ള നോക്കിക്കേ, ഫസ്റ്റ് റാങ്ക് എന്നാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ, ഫസ്റ്റ് റാങ്ക്. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആണ് കുസാറ്റ്. പലരും പ്രത്യേകിച്ചൊരു നോക്കുന്ന ഒരെണ്ണമാണ് കുസാറ്റ്. അവിടെ നമുക്ക് 14th റാങ്ക്. നോക്കിക്കേ, അപ്പോൾ ഏത് രീതിയിൽ കൂടെ നോക്കിയാലും ഇതിന് അർഹതയുള്ള ഒരാളാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അല്ലാതെ എന്തെങ്കിലും എഴുതി ചുമ്മാതെ അങ്ങനെയൊന്നുമല്ല. നോക്കിക്കേ, എല്ലാത്തിലും ടോപ്പായിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട്, പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട്, എല്ലാവരും അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കുവാനേ നമുക്ക് എല്ലായിടത്തും നിന്നും കിട്ടും എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്, അതിന് വേണ്ട എല്ലാ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ, കോളേജസുകൾ എല്ലാം നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യും. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്. ഗുഡ് ബൈ.